യുദ്ധത്തിനിടയിൽ അംഗവൈകല്യം സംഭവിച്ച സൈനികരുടെ പെൻഷൻ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. ഇനി മുതൽ പെൻഷനിൽ 18,000 രൂപ വരെ കുറവുണ്ടാകും. സൈന്യം പാകിസ്ഥാനിൽ സർജിക്കൽ അറ്റാക്ക് നടത്തിയ ദിവസം തന്നെയാണ് പെൻഷൻ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. വിശദാംശങ്ങളുമായി സന്തോഷ് സാർലിംഗ് ചേരുന്നു. സന്തോഷ്, ഈ നടപടിക്ക് എന്ത് വിശദീകരണമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു കുറവ് വരുത്തിയിരിക്കുന്നത്? പ്രജീഷ, സെപ്റ്റംബർ 28-ാം തീയതി ആണ് ഇന്ത്യൻ സൈനികർ പാക് മണ്ണിൽ സർജിക്കൽ അറ്റാക്ക് നടത്തുന്നത്. ഈ സമയം തന്നെയാണ് വികലാംഗ പെൻഷൻ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനവും കേന്ദ്ര സർക്കാർ എടുത്തതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 2 ദിവസത്തിന് ശേഷം ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തു. ഇത് പുറത്തിറക്കിയത് പ്രതിരോധ മന്ത്രാലയം വെബ്സൈറ്റിൽ ഇപ്പോഴും പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം 7ാം ശമ്പള കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് പെൻഷൻ ഇനി മുതൽ സ്ലാബ് രീതിയിലേക്ക് മാറും. നിലവിൽ പെൻഷൻ അവസാന ശമ്പളമാണ് പെൻഷനായി നൽകുന്നത്. ഇത് വികലാംഗരായ സൈനികർക്കാകട്ടെ 100% അവസാന ശമ്പളം പെൻഷനായി ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഇപ്പൊ സ്ലാബ് വരുന്നതോടുകൂടി അത് മാറുന്നു. പകരം സാധാരണ സൈനികർക്ക് വികലാംഗ പെൻഷനായി നിലവിൽ 45,200 രൂപ നൽകിയിരുന്നത് ഇനി മുതൽ 27,200 രൂപ മാത്രമായിരിക്കും. 18,000 രൂപയാണ് കുറച്ചത്. മേജർ റാങ്കിലുള്ളവർക്കാകട്ടെ 70,000 രൂപ ഒറ്റയടിക്ക് കുറച്ചു. ഈ മേജർ റാങ്കിലുള്ളവരാണ് സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള സൈനിക നീക്കങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. കൂടാതെ ജൂനിയർ കമ്മീഷൻ ഓഫീസർമാർക്ക് 17,000 രൂപയും മറ്റു റാങ്കിലുള്ളവർക്ക് 12,000 രൂപയും മാത്രമായിരിക്കും ഇനി മുതൽ പുതിയ പ്രതിമാസ പെൻഷൻ. ഇതിന് മുൻകാല പ്രാബല്യവും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ക്രൂരത. അംഗവൈകല്യം സംഭവിക്കുന്ന പല സൈനികർക്ക് തൊഴിൽ പോലും ഇവർക്ക് ലഭിക്കില്ല. ഇവർക്ക് ആകെ ആശ്രയമായ പെൻഷനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈവച്ചിരിക്കുന്നത്. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ഇന്ത്യ. ഭീകരരെ തുരത്താൻ വേണ്ടി വന്നാൽ ഇനിയും നിയന്ത്രണരേഖ മറികടക്കുമെന്നാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. അതേസമയം ജമ്മു കാശ്മീരിലെ പാമ്പോറിൽ സൈനികരും ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുന്നു. സർക്കാർ ഓഫീസിൽ ഭീകരർ നുഴഞ്ഞുകയറി. കണ്ണൂരിൽ CPM പ്രവർത്തകനെ RSSകാർ വെട്ടിക്കൊലപ്പെടുത്തി. ലോക്കൽ കമ്മിറ്റി അംഗമായ കുഴിച്ചാലിൽ മോഹനാണ് മരിച്ചത്. RSS പ്രവർത്തകരെ പ്രതി ചേർത്ത് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് P. ജയരാജൻ ആവശ്യപ്പെട്ടു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ധർമ്മട മണ്ഡലത്തിൽ നാളെ രാവിലെ 6 മണി മുതൽ ഹർത്താൽ ആചരിക്കും. രാവിലെ 10 മണിയോടെയാണ് ആയുധങ്ങളുമായി എത്തിയ RSS സംഘം CPIM പടുവിലായി ലോക്കൽ കമ്മിറ്റി അംഗം കുഴിച്ചാലിൽ മോഹനെ വെട്ടിക്കൊന്നത്. 52 വയസ്സായിരുന്നു. കള്ളുഷാപ്പ് ജീവനക്കാരനായിരുന്ന മോഹനൻ ജോലി ചെയ്തുകൊണ്ടിരിക്കെയാണ് ക്രൂരമായ കൊലപാതകം ആക്രമികൾ നടത്തിയത്. ദേഹമാസകലം വെട്ടേറ്റിട്ടുണ്ട്. മോഹനെ തലശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. മോഹന്റെ കൂടെയുണ്ടായിരുന്ന അശോകനും വെട്ടേറ്റിട്ടുണ്ട്. അശോകനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്രൂരമായ കൊലപാതകം ആസൂത്രണം നടത്തിയ RSS നേതൃത്വത്തിനെതിരെ സമഗ്രാന്വേഷണം നടത്തണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ആവശ്യപ്പെട്ടു. നാടിൻ്റെ സമാധാനം തകർക്കുന്നതിന് വേണ്ടി RSS ഒരു ഭീകര പ്രസ്ഥാനമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. RSS BJPക്കാർ നാട്ടിലുടനീളം പ്രചരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ BJPക്കാർക്ക് രക്ഷയില്ല എന്നതാണ്. പിണറായിയുടെ മണ്ഡലത്തിൽ നടത്തുന്ന രണ്ടാമത്തെ നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമാണ്. നിരവധി അക്രമ സംഭവങ്ങൾ ഇതിനകം കണ്ണൂർ ജില്ലയിൽ RSS സംഘം നടത്തുകയുണ്ടായി. ഈ മണ്ഡലത്തിന് തൊട്ട അയൽവക്കത്താണ് ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ 24 വയസ്സുകാരനായിട്ടുള്ള ഒരു RSS ക്രിമിനൽ കൊല ചെയ്യപ്പെട്ടത്. ഈ കൊലക്കേസിൻ്റെ ഭാഗമായി ഈ കൊലപാതകം ആസൂത്രണം ചെയ്തിട്ടുള്ള RSSന്റെ നേതാക്കളെക്കുറിച്ച് അന്വേഷിക്കണം. ആ നേതാക്കളെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കണം. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നാളെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കണ്ണൂർ ജില്ലയിൽ CPIM നേതൃത്വത്തിൽ ഹർത്താൽ നടത്തും. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ രാവിലെ 10 മണിക്ക് വാളാങ്കിച്ചാലിലെ മോഹന്റെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ദില്ലിയിൽ CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് BJP അതിക്രമം തടയാൻ ശ്രമിച്ച ദില്ലി പോലീസിന് നേരെ കല്ലേറ്. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. കേരളത്തിൽ രാഷ്ട്രീയ അതിക്രമങ്ങൾ നടക്കുന്നുവെന്ന് ആരോപിച്ചാണ് BJP അക്രമം നടത്തിയത്. കണ്ണൂരിൽ BJP RSS ആക്രമണത്തിൽ CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ട ദിവസം തന്നെയാണ് ദില്ലിയിൽ AKG ഭവന് നേരെ ആസൂത്രിതമായി RSS BJP പ്രവർത്തകർ ആക്രമണം നടത്തിയത്. കേരളത്തിലെ അതിക്രമം മറച്ചുപിടിക്കാൻ കൂടിയായിരുന്നു ശ്രമം. AKG ഭവന് മുന്നിൽ പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ BJP പ്രവർത്തകർ തകർത്തു. തടയാൻ ശ്രമിച്ച പോലീസിന് നേരെ വ്യാപക അക്രമം അഴിച്ചുവിട്ടു. കമ്പുകളും കല്ലുകളും പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു.
അക്രമം രൂക്ഷമായതിനെ തുടർന്ന് പോലീസിന് നേരിയ തോതിൽ ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ദില്ലി BJP അധ്യക്ഷൻ സതീഷ് ഉപാധ്യയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനവും അതിക്രമങ്ങളും. और इस तरह की हत्याओं का स्थान लोकतंत्र में बिल्कुल नहीं है। अगर आप संविधान को मानते हैं, अगर आप लोकतंत्र को मानते हैं, अगर आपने संविधान की शपथ राज्य के अंदर ली है, तो राज्य प्रायोजित ये हत्याओं का दौर निश्चित रूप से बंद होना चाहिए. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലുള്ളപ്പോഴായിരുന്നു BJPയുടെ ആക്രമണം. കേരളത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് നേരെ രാഷ്ട്രീയ ആക്രമണം നടക്കുന്നുവെന്നാണ് BJPയുടെ ആരോപണം. മാസങ്ങൾക്ക് മുമ്പേ ഇതേ വിഷയത്തിലും BJP CPIM ഓഫീസിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെ ഗവർണർ പി സദാശിവവും മുഖ്യമന്ത്രി പിണറായി വിജയനും സന്ദർശിച്ചു. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ എത്തിയായിരുന്നു സന്ദർശനം. അതേസമയം ജയലളിതയുടെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റമില്ലെന്ന് അപ്പോളോ ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. Let us concentrate today. Our visit is to see the Tamil Nadu Chief Minister and verify her. Other things we will see some other day. Only that purpose. ബഹുമാനായ ഗവർണർ പറഞ്ഞതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതാണ് നല്ലത്. നമസ്തേ. മുതിർന്ന CPIM നേതാവ് KK മാമക്കുട്ടി അന്തരിച്ചു. 95 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ വൈകിട്ട് 3-ന് തൃശൂർ ഊരകത്തെ വീട്ടുവളപ്പിൽ നടക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു KK മാമക്കുട്ടി. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. തൃശൂർ ജില്ലയിലും മധ്യകേരളത്തിലാകെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു മാമക്കുട്ടി. 1953-ൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായാണ് പൊതുപ്രവർത്തന രംഗത്തെത്തുന്നത്. 58-ൽ ജില്ലാ കൗൺസിൽ അംഗമായി. 64-ൽ ജില്ലാ കൗൺസിലിൽ നിന്നും രാജിവെച്ച് CPIM കെട്ടിപ്പടുക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. അന്ന് തൃശൂർ ജില്ലാ കൗൺസിലിൽ നിന്നും ഇറങ്ങിവന്ന 5 നേതാക്കളിൽ ഒരാളായിരുന്നു മാമക്കുട്ടി. 35 വർഷക്കാലം CPIMൻ്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയായും 40 വർഷത്തിലധികം കാലം സംസ്ഥാന സമിതി അംഗമായും പ്രവർത്തിച്ച് സാംസ്കാരിക തലസ്ഥാനത്ത് തൊഴിലാളിവർഗ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ചു. പാർലമെന്ററി രംഗത്തോടും അധികാരത്തോടും എന്നും അകന്നുനിന്നു മാമക്കുട്ടി. സംഘടനാ രംഗത്താണ് മുഴുവൻ കാലവും അദ്ദേഹം പ്രവർത്തിച്ചത്. പുതിയ തലമുറയിലെ പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും എക്കാലത്തെയും ഊർജ്ജമാണ് മാമക്കുട്ടിയുടെ ഓർമ്മകളെന്ന് നേതാക്കൾ അനുസ്മരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും വലിയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ വലിയ നേതാവായിരുന്നു സഖാവ് മാമക്കുട്ടി. ജില്ലയിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്കും എല്ലാം മാതൃകയായ സഖാവ് മാമക്കുട്ടിയേട്ടൻ്റെ നിര്യാണം നമ്മുടെ പൊതുപ്രസ്ഥാനത്തിന് പൊതുവായി നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഒളിവ് ജീവിതം നയിച്ചു. നിരവധി തവണ ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. ഒട്ടേറെ ട്രേഡ് യൂണിയനുകളുടെയും നേതാവായിരുന്നു. മികച്ച സംഘാടകനെന്നു കൂടി അറിയപ്പെടുന്ന KK മാമക്കുട്ടി. പ്രിയ നേതാവിൻ്റെ മരണവിവരമറിഞ്ഞ നിരവധി പ്രവർത്തകരാണ് ആശുപത്രിയിലേക്കും CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും ഒഴുകിയെത്തിയത്. സംസ്കാരം നാളെ വൈകിട്ട് 3-ന് തൃശൂർ ഊരകത്തെ വീട്ടുവളപ്പിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാനത്തെ 124 വില്ലേജുകൾ പരിസ്ഥിതി ലോലമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടില്ലെന്ന് വനം വകുപ്പ് മന്ത്രി K. രാജു. കഞ്ഞിക്കുഴി, കരിങ്കുന്നം എന്നീ പഞ്ചായത്തുകളിലെ കൃഷിക്കാരെ ഒഴിപ്പിക്കാനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടില്ല. അത്തരം വാർത്തകൾ കെട്ടിച്ചമച്ചതാണെന്നും ഇതിന്റെ പേരിൽ നടത്താനിരിക്കുന്ന ഹർത്താലിൽ നിന്നും UDF പിന്മാറണമെന്നും വനമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. മുൻ ഗവൺമെൻറ് കാലത്ത് കസ്തൂരി രംഗം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 124 വില്ലേജുകൾ പരിസ്ഥിതി ലോല പ്രദേശമായി കരുതിക്കൊണ്ടുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ ഹൈക്കോടതിയിലും എല്ലാം അന്ന് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പുതിയതായിട്ടുള്ള ഒരു തീരുമാനവും ആ കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുകയോ സത്യവാങ്മൂലം സമർപ്പിക്കുകയോ ഉണ്ടായിട്ടില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യാതൊരു കാരണവശാലും അവിടെ താമസിക്കുന്ന ആളുകളെ മുന്നറിയിപ്പുകളൊന്നും കൂടാതെ ഒഴിപ്പിക്കലിന് വിധേയമാക്കുന്ന വിഷയമില്ല. അങ്ങനെ ഒരു അജണ്ട ഇപ്പോൾ ഗവൺമെൻറ് മുമ്പിൽ ഇല്ലാതാനും. ആളിയാർ വെള്ളപ്രശ്നത്തിൽ പൊള്ളാച്ചിയിൽ നടന്ന ആദ്യഘട്ട ചർച്ച വിജയം. ഇന്നു മുതൽ സെക്കൻഡിൽ 300 ഘനയടി വെള്ളം തമിഴ്നാട് കേരളത്തിന് വിട്ടു നൽകും. സംയുക്ത ജലക്രമീകരണ ബോർഡ് യോഗം 2 ആഴ്ചയ്ക്കകം ചേരാനും തീരുമാനമായി. പൊള്ളാച്ചിയിൽ നടന്ന കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥതല യോഗത്തിലാണ് ആളിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനമായത്. ഇതനുസരിച്ച് ഇന്നു മുതൽ സെക്കൻഡിൽ 300 ഘനയടി വെള്ളം കേരളത്തിന് ലഭിച്ചു തുടങ്ങും. സംയുക്ത ജലക്രമീകരണ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാമെന്നും തമിഴ്നാട് സമ്മതിച്ചു. 2 ആഴ്ചയ്ക്കകം യോഗം ചേരാനാണ് ധാരണയെന്ന് കേരളത്തെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്ത ജോയിന്റ് ഡയറക്ടർ P. സുധീർ പറഞ്ഞു.
നിലവിലെ അളവിൽ വെള്ളം കിട്ടിയാൽ ഈ മാസം 15 വരെ ലഭിക്കേണ്ടതിന്റെ പകുതി മാത്രമേ ആവൂ. സംസ്ഥാന സർക്കാർ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് തമിഴ്നാട് തയ്യാറായത്. തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് പറമ്പിക്കുളം ആളിയാർ പ്രൊജക്ട് സൂപ്രണ്ട് ആർ ഇളകേശിന്റെ നേതൃത്വത്തിലുള്ള സംഘം യോഗത്തിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച വൈകിട്ടാണ് ആളിയാർ ഡാമിൽ നിന്ന് കേരളത്തിന് നൽകിക്കൊണ്ടിരുന്ന വെള്ളം തമിഴ്നാട് നിർത്തിവെച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആളിയാറിൽ നിന്നും വെള്ളം ലഭിച്ചില്ലെങ്കിൽ പാലക്കാട് ചിറ്റൂർ മേഖലയിൽ രണ്ടാം വിള ഇറക്കാതെ തരിച്ചിടേണ്ടി വരുമെന്ന് നെൽകർഷകർ. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ഒന്നാം വിള കൃഷിയും കരിഞ്ഞുണങ്ങി നശിക്കുന്നു. ഏകപക്ഷീയമായി ആളിയാർ ഡാമിന്റെ ഷട്ടറുകൾ തമിഴ്നാട് അടച്ചതോടെ പാലക്കാട് ചിറ്റൂർ മേഖലയിലെ നെൽകർഷകരാണ് വലിയ പ്രതിസന്ധി നേരിടുന്നത്. എലപ്പുള്ളി, നല്ലേപ്പിള്ളി, പൊൽപ്പുള്ളി പഞ്ചായത്തുകളിൽ ഒന്നാം വിള കൊയ്ത്ത് ആരംഭിച്ചതേയുള്ളൂ. മഴ കുറഞ്ഞതും ഡാം വെള്ളം ലഭിക്കാതായതും കാരണം ഏക്കർ കണക്കിന് നെൽകൃഷി ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണിവിടെ. ഒന്നാം വിളയിലെ നഷ്ടത്തിന് പിന്നാലെയാണ് ആളിയാർ വെള്ളം തമിഴ്നാട് പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നത്. ഇനി രണ്ടാം വിളയെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ലെന്ന് നെയ്തല പാടശേഖര സമിതി അംഗങ്ങൾ പറയുന്നു. രണ്ടാം വിള ഇവിടെ ഈ ഭാഗത്തുനിന്നും ചെയ്തിട്ട് കിട്ടില്ല. പിന്നെ തുലാവർഷം നന്നായി കനത്ത് പെയ്താലേ ഞങ്ങൾ രണ്ടാം വിളയ്ക്കുള്ള ശ്രമം നടത്തുള്ളൂ. ചിറ്റൂർ പുഴയിലേക്ക് വെള്ളം ലഭിച്ചില്ലെങ്കിൽ കുടിവെള്ള പദ്ധതികളിലെ ജലവിതരണം മുടങ്ങും. മൂലത്തറ മുതൽ കോട്ടായി വരെ 15ഓളം തടയണകൾ ചിറ്റൂർ പുഴയിലുണ്ട്. നിലവിൽ ചിറ്റൂർ പുഴ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് 6 പഞ്ചായത്തുകളിലേക്കും ചിറ്റൂർ നഗരസഭയിലേക്കും ഒരു ദിവസം 95 ലക്ഷം ലിറ്റർ വെള്ളമാണ് വിതരണം ചെയ്യുന്നത്. കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് പിന്നാലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നവും തമിഴ്നാട് നടപടിയിലൂടെ നാം അഭിമുഖീകരിക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിയമന വിവാദത്തിൽ മന്ത്രി ഇ പി ജയരാജൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. രാജിവെക്കാതിരിക്കുന്നത് അധാർമികമെന്നും ചെന്നിത്തല പറഞ്ഞു. ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. അപ്പോൾ ഇതൊരു നഗ്നമായ അഴിമതിയാണ്. ഈ അഴിമതി പാർട്ടി യോഗത്തിൽ ചർച്ച ചെയ്താൽ അവസാനിക്കുന്ന ഒന്നല്ല. ജയരാജൻ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് അധാർമികമാണ്. ആ കാര്യത്തിൽ അവർ തീരുമാനിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ ആ കാര്യം ഏറ്റെടുക്കേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം. ആളിയാറിൽ നിന്നും വെള്ളം ലഭിച്ചില്ലെങ്കിൽ പാലക്കാട് ചിറ്റൂർ മേഖലയിൽ രണ്ടാം വിള ഇറക്കാതെ തരിച്ചിടേണ്ടി വരുമെന്ന് നെൽകർഷകർ. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ഒന്നാം വിള കൃഷിയും കരിഞ്ഞുണങ്ങി നശിക്കുകയാണ്. മാധ്യമപ്രവർത്തകർ സത്യസന്ധത മുഖമുദ്രയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മാധ്യമങ്ങളിലെ സെൻസേഷണലിസം നിയന്ത്രിക്കണമെന്നും മുഖ്യമന്ത്രി കോഴിക്കോട്ട് വ്യക്തമാക്കി. കടുത്ത തൊഴിൽ ചൂഷണം നിലനിൽക്കുന്ന ഒരു മേഖലയായി പത്രപ്രവർത്തന രംഗം മാറിയിരിക്കുന്നു എന്നതും നാം ഗൗരവമായി കാണേണ്ട കാര്യം. നമ്മൾ സെൻസേഷനിസത്തിൻ്റെ പുറകെയുള്ള പരക്കം പാച്ചിലാണല്ലോ, അത് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ അതുമാത്രമല്ല എന്നത് ആലോചിച്ചുകൊണ്ട് അതിനും നിയന്ത്രണം ഉണ്ടാകുന്നത് നല്ലതാണ്. മാധ്യമത്തിലെ പ്രവർത്തകർ മാതൃകാപരമായി തന്നെ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ലാബുകളിലെ 80% ജീവനക്കാരും യോഗ്യതയില്ലാത്തവരെന്ന് റിപ്പോർട്ട്. സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് സംസ്ഥാനത്തെ സ്വകാര്യ ക്ലിനിക്കൽ ലാബുകളിലെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ശക്തമാകുന്നു. 2014 സംസ്ഥാന എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 4168 സ്വകാര്യ ലാബുകളാണ് പ്രവർത്തിക്കുന്നത്. ഇവയിൽ 80%-ലധികം ലാബുകളിലും വേണ്ടത്ര യോഗ്യതയില്ലാത്ത ജീവനക്കാരാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം ലാബുകളിലെ പരിശോധനാ ഫലവും പരിശോധനാ നിരക്കും വ്യത്യസ്ത തരത്തിലാണ്. ഇങ്ങനെയുള്ള ലാബുകളെ നിയന്ത്രിക്കുന്നതിനും രജിസ്റ്റർ ചെയ്യുന്നതിനും 2010 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് കേരളത്തിൽ നടപ്പിലാക്കിയില്ല. കേന്ദ്രത്തിലെ ഈ ബില്ല് പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വകാര്യ ലാബുകളെ നിയന്ത്രിക്കുമ്പോൾ കേരളത്തിലെ ലാബുകൾ യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ യഥേഷ്ടം പ്രവർത്തിക്കുകയാണ്. മുനിസിപ്പൽ പഞ്ചായത്ത് ലൈസൻസിന്റെ ബലത്തിലാണ് കേരളത്തിലെ ലാബുകൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ലാബുകളെ ഏകീകരിക്കുന്നതിനും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും 2004 സർക്കാർ കരട് ബില്ലിന് രൂപം നൽകിയെങ്കിലും ഇനിയും ബില്ല് പാസ്സായിട്ടില്ല. ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന സ്വകാര്യ ലാബുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായില്ലെങ്കിൽ ഭാവിയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കും. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.